ഓം പ്രജട പ്രജട ദുർഗടസ്തീതകസ്തീതകത്രോതക ചിന്തകത്താരാ കരിക്കൻ്റാരോ രരിക്കൻ്റെ എരിവോലുള്ളേ എരിവോലൊരു മാറുന്നേരി മാറി നിന്നേടേ. ഇന്നെന്താണ് ഭയങ്കര ഭക്തിയൊക്കെ ആയിട്ടാണല്ലോ. വിഷു ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ മാത്രമല്ല സാധാരണ ഇൻഷർട്ടൊക്കെ ചെയ്ത് ഫുൾ കൈ സെറ്റപ്പാണ്. ഇന്ന് മുണ്ടും ജുബയും അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞു. എന്ത് പറ്റിയെന്ന് അറിയാൻ ഞാൻ ഇന്ന് എന്തെന്നില്ലാത്തൊരു സന്തോഷം പോലെ എനിക്ക്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറയാൻ പോണത്, പറയട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനെ രാവിലെ ഇന്ന് അമ്പലത്തിൽ പോയി. ഓ, കാരണം കുറെ എപ്പിസോഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, അപ്പൊ നമ്മുടെ എപ്പിസോഡ് കയറി കൊളത്തിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത്. വെരി ഗുഡ്. അത് വേണം. അത് നമ്മുടെ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഇത് രക്ഷപ്പെടുന്നത്. പക്ഷെ ഈ ആൾക്കാർ പലതും പറയുന്നുണ്ട്. കാരണം ഞാൻ ഇതിലുള്ളത് കൊണ്ടാണ് ഇത് കയറി പോകുന്നതെന്നും. പക്ഷെ ഞാനത് ഒറ്റക്കെടുക്കില്ല, ഇത് പങ്കിട്ടെടുക്കുന്നതാണ്. കാരണം പിഷാരടിയും കൂടി വളർന്നു വരുന്നൊരു കലാകാരൻ. ആ പുള്ളിക്കും കൂടി അത് കിട്ടണമെന്നൊരു നല്ല മനസ്സുണ്ട് എനിക്ക്. അപ്പോൾ അത് കിട്ടിക്കോട്ടെ എന്ന് കരുതി. പക്ഷേ വേറെ കാര്യമുണ്ട്. പക്ഷെ ഭയങ്കര ശത്രുക്കളുണ്ട് വിഷുവിന്. ആർക്ക്? വിഷുവിന് ഭയങ്കര ശത്രുക്കളുണ്ട്. വിഷുവിൻ്റെ വളർച്ച ആഗ്രഹിക്കാത്ത, ഒരിക്കലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളുണ്ട്. ഇല്ല, അങ്ങനെ പറയല്ലേ. അങ്ങനെ ഒരിക്കലും പറയില്ല. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കറിയില്ല. എനിക്ക് ആരും അങ്ങനെ ശത്രുക്കളൊന്നും. ഞാൻ അത് കാണിച്ചു തരാം, ഞാൻ തെളിയിച്ചു തരാം. ലാസ്റ്റ് തെളിയിക്കാൻ സാധ്യതയില്ല എന്തായാലും. ഇല്ല, സാധ്യതയില്ല. എന്തൊക്കെയായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ട് സംഭവം. പക്ഷെ എന്തൊക്കെയായാലും എൻ്റെ മനസ്സിൽ നിന്ന് സന്തോഷം കൊണ്ട് ആകെ ഇതായിരിക്കുകയാണ്. ഞാൻ രാവിലെ തന്നെ ഞാൻ കുറേ നാളെ അമ്പലത്തിൽ പോയിട്ട് സാധിച്ചു. കുറേ കാലങ്ങളെത്തിയാണ് അമ്പലത്തിൽ പോയത്. കാരണം എനിക്ക് ഒന്നാമത്തെ മുമ്പ് പോകുമായിരുന്നു, പക്ഷേ പിൽക്കാലത്ത് ഞാൻ പോയില്ല. കാരണം എന്ന് വെച്ചാൽ പോകാഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഈ അമ്പലത്തിൽ ചെല്ലുമ്പോൾ മണിയടിച്ച് പേടിയാണ് എനിക്ക്. അതെന്ത് വർത്താനം? അമ്പലത്തിൽ പിന്നെ മണി അടിക്കാണ്ട് പോകാൻ പറ്റുമോ? ഇല്ല, എനിക്ക് പോകാൻ ഞാൻ ചെല്ലുമ്പോൾ അപ്പം മണിയടിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഉച്ച സമയത്ത് പോകണം. അപ്പോഴും മണിയടിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ദീപാരാധനയൊന്നും ഇല്ലാത്ത സമയത്ത്, അമ്പലത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ലാത്ത സമയത്ത്, ഒരു പൂജ ഇല്ലാത്ത സമയത്ത് പോയാൽ പോരെ? എൻ്റെ പിഷു ഞാൻ എപ്പോൾ അമ്പലത്തിലേക്ക് കയറിയാലും അപ്പം മണിയടിക്കോടാ. അങ്ങനെ എല്ലാ സമയത്തൊന്നും മണി അടിക്കൂല. ഏത് മണി അടിക്കുന്നവർ ഈ പറയുന്നത്? അമ്പലത്തിലേക്ക് ഈശാന്തി മണിയില്ലേ, അവൻ എന്നെ കണ്ട അപ്പം അടിക്കും. അതിനുവേണ്ടി നടക്കാവൻ. അതല്ലേ കുഴപ്പം. അപ്പൊ അമ്പലത്തിലെ കീഴ്ശാന്തി മണിയുടെ മണിയാണല്ലേ താൻ? നിങ്ങൾ എന്തിനാണ് മണി പിടിച്ചടിക്കുന്നത്? ഞാനൊരു ദിവസം അവിടെ ചെന്നൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ അമ്പലത്തിൽ ചെന്നു. പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ ചെന്നപ്പോഴേക്കും സഹി കേൾക്കണത്. ചെന്നപ്പോൾ തന്നെ ഇവൻ എന്നോട് പറയാ റഷീദ് വേണമെന്ന്. ഞാൻ പിന്നെ സുഹൃത്തെ, മണി എന്താ പറഞ്ഞെന്നറിയാമോ? പുഷ്പാഞ്ജലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റസീദ് ഉണ്ടാക്കൂലേ? ഇതിന്റെ റസീദിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മളെ വെള്ള പേപ്പറിൽ ഇങ്ങനെ ഈ ഇന്നത് കേശവ മാമൻ ഇന്ന നാളെന്നൊക്കെ എഴുതി തരൂലേ? 50 രൂപ. അത് രതീഷല്ലേ? അത് റസീദാണത്. അപ്പൊ എന്തായാലും എന്തുകൊണ്ട് സന്തോഷമാണ് നമുക്ക്. നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി ഞാനിത് കഴിച്ചല്ലോ. എന്തായാലും മോളെ ഇതൊന്ന് തൊട്ട് ഞങ്ങൾക്കൊന്നും തൊട്ട് തരുന്നില്ലേ? അമ്പലത്തിൽ പോയാൽ കിട്ടും. രമേശ് പിഷാരടി വിശാഖം. എന്റെ പേരും നാളും പറഞ്ഞ് വഴിപാട് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ശത്രു സംഹാര പൂജ. അടിപൊളി. എന്ത് കഷ്ടമാണ്. ഞാൻ എങ്ങനെയാ കേശവമാം ഇത്രയും ദിവസം ഈ കണ്ട എപ്പിസോഡ് മുഴുവൻ നിങ്ങളെ ഞാൻ ഇവിടെ നിർത്തിയില്ലേ? എന്നിട്ട് ഞാൻ എങ്ങനെ നിങ്ങളുടെ ശത്രു ആയത്? എന്റെ സാജു, ഇവിടെ ഈ പിള്ളേർ കോട്ടിട്ട് വന്ന പിള്ളേരെ മാത്രം ഒരു കയറ്റി പരിപാടി ചെയ്യിപ്പിക്കും. ഞാനിവിടെ ഇൻസെറ്റ് ചെയ്ത് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് വന്നെങ്കിൽ എന്നെ കയറ്റാറില്ല. എന്നെ ഇട്ടിട്ട് ചവിട്ടി ഇറക്കണ ഈ മനുഷ്യനാ. പിന്നെ ഈ പിള്ളേൻ്റെ ശത്രു അല്ലാണ്ട് മിത്രമോ? വേണ്ടി വന്ന് കൂടോത്രം ചെയ്യും ഞാൻ.